വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കപ്പപ്പുഴുക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇതിനായി കപ്പ കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വയ്ക്കുക. മാറ്റിവെച്ച കപ്പ കുക്കറിലിട്ട് വേവിക്കാനായിട്ട് വെക്കുക. ഓരോ കപ്പയ്ക്കും ഓരോ വേവാണ്. ഞാനെടുത്ത കപ്പ 2 വിസിലാവുമ്പോഴേക്കും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് തോമിക്കാനായിട്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില കഴുകി വെക്കുക. ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് മാറ്റി വയ്ക്കുക. 2 വിസിലായപ്പോഴേക്കും കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളെടുക്കുന്ന കപ്പ 2 വിസിൽ വെന്തില്ലെങ്കിൽ വീണ്ടും വേവിക്കുക. പിന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. പൊട്ടി വരുന്ന കടുകിലോട്ട് ഉള്ളി ചേർക്കാം. എന്നിട്ട് ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റുക. പിന്നെ ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കപ്പ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കപ്പയുടെ റെസിപ്പിയാണിത്. കപ്പ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കപ്പ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും.